ഞാൻ ഈയിടെ ഒരു ക്ഷേത്രത്തിൽ പോയി. ഞാൻ നിങ്ങൾക്ക് ആ ക്ഷേത്രം പറഞ്ഞു തരാം കേട്ടോ. നല്ല ദേവാലയം. നിങ്ങൾ ഇതുവരെ പോയിരിക്കുന്ന ക്ഷേത്രത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ വിളിക്കുമ്പോൾ ദേവന്മാർ വിളി കേട്ടിട്ടുണ്ടോ? ശാരദേ എന്ന് വിളിച്ചപ്പോൾ എന്തോ എന്ന് വിളി കേട്ടതായി നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ആരെങ്കിലും പോയി കേൾക്കുകാരെ നമ്മൾ രക്ഷപ്പെട്ടനെ, കൃഷ്ണ കൃഷ്ണ എന്ന് വിളിക്കുമ്പോൾ കൃഷ്ണൻ പി ഉദിക്കൊണ്ട് ഇങ്ങനെ തന്നെ നിൽക്കുക. ശരിയല്ലേ? ഒന്ന് ഓർത്ത് നോക്കിയേ. ശിവ ശിവ എന്ന് വിളിക്കുക, ശിവൻ ചൂലവും പിടിച്ചോണ്ട് നിൽക്കുന്നതേ ഉള്ളൂ. ആരും ഇങ്ങോട്ട് ഇളകി വരുന്നില്ല, അനക്കമില്ല. നമുക്ക് ഇങ്ങനെ ഇരിക്കുന്നതിനെയാണ് ഇഷ്ടം. പക്ഷേ ഞാനൊരു ദേവാലയത്തിൽ പോയി. ആ ദേവാലയത്തിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രതിഷ്ഠകളുണ്ട്. 135 പ്രതിഷ്ഠയുണ്ടായിരുന്നു അവിടെ. കേട്ടിട്ടുണ്ടോ അത്രയും പ്രതിഷ്ഠയുള്ള ദേവാലയം? ഉണ്ടോ? പക്ഷേ ആ ദേവാലയത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാവോ? ആ പ്രതിഷ്ഠകളെല്ലാം ജീവനുള്ള പ്രതിഷ്ഠകളാ. എനിക്ക് ആശ്ചര്യം തോന്നി. ചത്ത പ്രതിഷ്ഠകളല്ല, ആ 135 ജീവനുള്ള പ്രതിഷ്ഠകൾ. അവിടെ പുരുഷനുമുണ്ട്, സ്ത്രീയുമുണ്ട്. അവിടേക്ക് ഞങ്ങൾ പോയി മാതൃപൂജ ചെയ്യാൻ പോയതാ, മാതൃപിതൃ പൂജ ചെയ്യാൻ പോയതാ. അവിടെ ചെന്നപ്പോൾ ഇതാ അവിടെ കുറേ ശാന്തിക്കാരുണ്ട്. നമ്മുടെ ശാന്തിക്കാരെ പോലെ പൂണൂലിട്ട തുണി ഉടുക്കാത്ത ശാന്തിക്കാരല്ല. അങ്ങനെയൊക്കെയാണ് ശാന്തിക്കാരെ ആക്ഷേപിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ശാന്തിക്കാരൊന്നുമല്ല, കോട്ടിട്ട ശാന്തിക്കാരാ. വനിതകൾക്കും പൂജ ചെയ്യാമെന്ന് ഞാൻ അവിടെ വെച്ചാണ് പഠിച്ചത്. അവിടെ കോട്ടിട്ട വനിതകളുണ്ട്. മനസ്സിലായോ? അപ്പോൾ കോട്ടിട്ട വനിതകൾ പൂജിക്കുന്ന ഒരു ദേവാലയം. പേര് ഗാന്ധിഭവൻ ദേവാലയം എന്നായിരുന്നു. അത് അവിടെ ചെങ്ങന്നൂരപ്പുറത്താ. അവിടെ ഞാൻ ചെല്ലുമ്പോൾ ഈ ശാന്തിക്കാർ രാവിലെ പണി തുടങ്ങിയിട്ടുണ്ട്. കാരണം ഈ ദേവതകളെ എല്ലാം കുളിപ്പിച്ച് അവർക്ക് നല്ല ഉടയാടയൊക്കെ ഉടുത്ത് അവരെ ഇതാ ഇരുത്തുന്ന പരിപാടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇരുത്താൻ പോയിട്ടുണ്ടോ ആരെങ്കിലും? ഇത് നടന്നോളും കേട്ടോ, ജീവനുള്ളതായതുകൊണ്ട് നടന്നോളും. ഒന്ന് പിടിച്ചിരുത്തിയാൽ മതി, പ്രായമുള്ളത് കൊണ്ടാണ്. ഏതാണ്ട് 90-95ഓളം അമ്മമാർ അവരെ സെറ്റുമുണ്ടൊക്കെ ഉടുത്തി കസേരകളിലാണ് ഇരുത്തി കേട്ടോ. അഷ്ടദ്രവ്യക്കൂട്ടൊന്നും ഇട്ടിട്ടില്ല, ആ കസേരയിലാണ് കൊണ്ടിരുത്തിയത്. കുറച്ചപ്പുറത്ത് അച്ഛന്മാർ, പ്രായമുള്ള അച്ഛന്മാരൊക്കെ ഉണ്ട്. ആൺകുട്ടികൾ ചെറുപ്പക്കാരുമുണ്ട്, കോട്ടുമൊക്കെ ഇട്ട്. അവരിതാ അച്ഛന്മാരെയൊക്കെ കുളിപ്പിച്ച് അവിടെ ഇരുത്തി. ദേവാലയത്തിലെ കാഴ്ച കണ്ട് അമ്പരുന്നു. ശാന്തിമാർ എങ്ങനെയാണോ പുണ്യതയോടുകൂടി ദേഹശുദ്ധി വരുത്തി ആ പ്രതിഷ്ഠകളെ ആരാധിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ഇതാ കുറച്ച് അച്ഛനമ്മമാരെ കുറേ ചെറുപ്പക്കാർ ചേർന്ന് അവിടെ പുണ്യതയോടുകൂടി കൊണ്ട് കുളിപ്പിച്ചിരുത്തി. ഞാൻ അവിടെ പോയി. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൻ്റെ നടയിൽ പോയി നിൽക്കുകയാണ്. ഞാൻ ആദ്യം തൊഴുതു. ഞാൻ നോക്കിയപ്പോൾ കുറേ അമ്മമാരും അച്ഛന്മാരും തിരിച്ച് തൊഴുതു. എനിക്ക് സന്തോഷം തോന്നി. പിന്നെ നമ്മൾ എന്താ, ക്ഷേത്രത്തിൽ പോയി തൊഴുതു കഴിഞ്ഞാൽ പിന്നെ എന്താ നമ്മൾ ചൊല്ലുന്നത്? പ്രാർത്ഥന ചൊല്ലും അല്ലേ? അല്ലേ? ആണോ? അവിടെ മിണ്ടാതിരിക്കുന്നതാണോ? അപ്പോൾ ഞാൻ ഓർത്തു ഏത് കൃതിയാണ് ഇവിടെ ചെല്ലേണ്ടതെന്ന് ഞാനിങ്ങനെ ഓർത്തു. അപ്പോൾ എനിക്ക് നല്ലൊരു കൃതി പെട്ടെന്ന് മനസ്സിൽ വന്നു. ഞാൻ ആ അച്ഛനമ്മമാരാകുന്ന ആ വിഗ്രഹങ്ങളെ ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ ഒരു നല്ല പ്രാർത്ഥന അവിടെ ചൊല്ലി. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിഴൽ മാത്രം വരും, നിന്നിഴൽ മാത്രം വരും. സുഖമൊരു നാൾ വരും വിരുന്നുകാരൻ, ദുഃഖമോ പിരിയാത്ത സ്വന്തക്കാരൻ. കൃതിയുടെ ആദ്യത്തെ വരി ചൊല്ലിയപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ ദേവന്മാരും ദേവിമാരുമൊക്കെ ഇങ്ങനെ കണ്ണുകൾ തുറിച്ചെന്നെ നോക്കുന്നു. ചിലരുടെ കണ്ണുകൾ പയ്യെ നിറഞ്ഞു വരുന്നു. നിങ്ങൾ എവിടെയെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ അനുഭൂതി ഉണ്ടായിട്ടുണ്ടോ? വെള്ളം കോരി ഒഴിച്ചാലും ദേവന്മാർ കണ്ണ് തുറക്കത്തില്ല, ഇങ്ങനെ കണ്ണ് തെളിയിരിക്കത്തല്ലേ ഉള്ളൂ. പക്ഷേ ഈ ദേവീ ദേവന്മാരുടെ കണ്ണുകൾ നിറഞ്ഞത് ഞാൻ കണ്ടു. എങ്കിൽ പിന്നെ ഇച്ചിരിയും കൂടെ ആവട്ടെന്ന് കണ്ടു. അടുത്ത വരിയും കൂടെ ചൊല്ലി. കടലിൽ മീൻ പെരുകുമ്പോൾ കരയിൽ വന്നടുക്കുമ്പോൾ കഴുകനും കാക്കകളും പറന്നു വരും, കടൽ തീരമൊഴിയുമ്പോൾ വലയെല്ലാം ഉണങ്ങുമ്പോൾ അവയെല്ലാം പല വഴി പറന്നു പോകും, അവയെല്ലാം പല വഴി പിരിഞ്ഞു പോകും. ഞാൻ നോക്കുമ്പോൾ പല കണ്ണുകളും ഈറനണിഞ്ഞിറ്റിറ്റ് വീഴുന്നു. നിങ്ങൾ പറ, നിങ്ങൾ പോകുന്ന ദേവാലയത്തിൻ്റെ മഹത്വം അറിയണമെങ്കിൽ ഒന്ന് പോയി നോക്ക്.
പക്ഷേ നമുക്ക് അപ്പോഴും ഇഷ്ടം ആ ദേവാലയത്തിൽ പോകാനാ. ബർത്ത്ഡേ വരുമ്പോൾ ചാക്കാല വരുമ്പോൾ കെട്ടി പോവുക. എവിടെയാ? ദേവാലയത്തിൽ പോവുക. വീട്ടിലിരിപ്പുണ്ടെന്നേ ഒരു ദേവീം ദേവനുമേ. വീട്ടിലെ പ്രായമുള്ള അച്ഛനും അമ്മയൊക്കെ വീട്ടിലിരിപ്പുണ്ടില്ലേ? ഒന്ന് ഓർത്ത് നോക്കിക്കേ. വീട്ടിലെ ഒരച്ഛനെയും അമ്മയുമുള്ള നമുക്ക് ഈ വാർദ്ധക്യ സഹജമായ രോഗം ബാധിച്ചിരിക്കുമ്പോൾ അവരെ നോക്കാൻ മനസ്സ് വരാത്ത നമ്മൾ ഏത് ദേവാലയത്തിൽ പോയിട്ട് ഒരു പുണ്യവും കിട്ടത്തില്ല. ഈ പുണ്യം കിട്ടാനുള്ള അറിവ് പകർന്നു തരുന്ന ഇടമാണ് ദേവാലയം. അതുകൊണ്ടാണ് ഗുരുവിൻ്റെ അനുകമ്പാദശകം ചെല്ലുമ്പോൾ ഗുരു അനുഗ്രഹിക്കാൻ വേണ്ടിയല്ല. ഗുരുവിൻ്റെ അനുഗ്രഹം എന്താണ്? അനുകമ്പാദശകത്തിൽ അരുളുള്ളവനാണ് ജീവി എന്ന് ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിൽ അരുളുണ്ടാകണം, അനുകമ്പയുണ്ടാവണം. വേണ്ടേ? സഹജീവികളോട് കരുണയുണ്ടാവണം. അവരെ ചേർത്ത് പിടിക്കാൻ നമ്മൾ പഠിക്കണം. അവർക്ക് നന്മ പറഞ്ഞു കൊടുക്കാൻ പഠിക്കണം. ആപത്തിൽ നിന്ന് അവരെ കൈപിടിച്ചുയർത്താൻ പഠിക്കണം. ഈ ചിന്താഗതി നമ്മുടെ മനസ്സിലുണ്ടാവണം. ശരിക്കും അതൊരു മാതൃപൂജ പിതൃപൂജ തന്നെയായിരുന്നു. കാരണം ആ വേദിയിൽ കുറേ നേരം സംസാരിച്ചു ഞാൻ എന്നിട്ട് പറഞ്ഞു, പെട്ടെന്ന് ഈ കണ്ണുകൾ നിറഞ്ഞു കണ്ടപ്പോൾ എൻ്റെ മനസ്സൊന്ന് കാളി. കാരണം എൻ്റെ അമ്മ മരിച്ചു പോയതാണ്. 26 വർഷമായി, ഭാഗ്യമില്ലാതെ പോയി. പക്ഷേ അമ്മ ഈ പറഞ്ഞ പോലെ എൻ്റെ ചങ്കായിരുന്നു. ആ സ്നേഹം ഇവിടെ സാറ് പറഞ്ഞതുപോലെ ഇന്ന് സുരേഷ് പരമേശ്വരൻ എന്ന പ്രൊഫസർ പദവും കയറി അല്ലെങ്കിൽ ട്രെയിനറുമായി പ്രഭാഷകനൊക്കെ ആയിട്ടുള്ള ഒരു സുരേഷ് പരമേശ്വരൻ നിങ്ങൾക്കറിയാം. ശശികുമാർ സാറ് കോട്ടയത്ത് വന്നപ്പോൾ പറഞ്ഞു, സാറിനെ കുറിച്ച് ഞാൻ കേട്ടു. സാറേ, എൻ്റെ വായിൽ നിന്ന് അങ്ങനൊന്നും വരത്തില്ല കേട്ടോ, ഞാനൊരു ചായക്കടക്കാരനാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാർ അങ്ങനെ കരുതണ്ട, ഞാനും ഒരു ചായക്കടക്കാരനാ. ഇഷ്ടംപോലെ എച്ചിൽ പാത്രങ്ങൾ കഴിയിട്ടുണ്ട്. ജാതിമത ഭേദമന്യേ ഭക്ഷണം വിളമ്പി കഴിക്കുന്ന പാത്രങ്ങൾ കഴിയിട്ടുണ്ട്. കിലോ കണക്കിന് മാവിൻ്റെ പൊറോട്ട അടിച്ചിട്ടുണ്ട്. പാചകമൊക്കെ നന്നായിട്ടറിയാം. അതുകൊണ്ട് ഭാര്യയ്ക്ക് ഇഷ്ടമാണ്. കാര്യം എന്താ? നല്ല കറി വെക്കണേ ഞാൻ അടുക്കളയിൽ കയറിക്കോളാൻ പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു, സാർ, സമൂഹത്തിൽ അച്ഛൻ്റെ അമ്മയുടെ വിദ്യാഭ്യാസം കുറഞ്ഞാലും എത്ര കഷ്ടതകളുണ്ടെങ്കിലും അതിനെ അതിജീവിച്ച് മുന്നേറാൻ പറ്റുമെന്ന് സമൂഹത്തിൽ കാണിച്ചു കൊടുത്തുകൊണ്ട് PSCക്ക് സ്റ്റേറ്റിൽ 2ാം റാങ്ക് മേടിച്ചുകൊണ്ട് മുന്നേറിയ വ്യക്തിയാണ് സാർ ഞാൻ. ഇത് ഞാൻ അവിടെ പറഞ്ഞു. സാറ് പറഞ്ഞു, ഞാൻ പറഞ്ഞു, നമുക്ക് കൂട്ടുകൂടാനേ, കുഴപ്പമൊന്നുമില്ലെന്നേ, എനിക്കതുകൊണ്ട് സാധാരണക്കാരെയാണ് ഇഷ്ടം. ഞാൻ വന്ന വഴികൾ ഞാൻ മറക്കില്ല. ഈ അച്ഛനമ്മമാരെയും പാവങ്ങളെയും ഇന്നത്തെ സമ്പന്നരെന്ന് വിശേഷിപ്പിക്കുന്ന മുഖം മൂടി അണിഞ്ഞ മക്കളുണ്ടല്ലോ, വിദ്യാസമ്പന്നരെന്ന് പറയുന്നവർ, അവരകറ്റുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ലെന്നേ. ഈ പറയുന്ന വൃദ്ധസദനങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. ഞാൻ എന്നിട്ട് ഈ അച്ഛനമ്മമാരോട് പറഞ്ഞു, അരുത്, നിങ്ങളുടെ കണ്ണുകൾ നിറയരുത്, നിങ്ങൾ ഭാഗ്യം ചെയ്തവരാ. വീണ്ടും അവരെന്നെ നോക്കി, എന്നാ ഭാഗ്യമാ ഞങ്ങൾ ചെയ്തത്? ഈ അനാഥാലയത്തിൽ വന്ന് വസിക്കുന്നതാണോ ഞങ്ങൾ ചെയ്ത ഭാഗ്യം? ഞാൻ പറഞ്ഞു, അത് ഞാൻ നിങ്ങളോട് ഇച്ചിരി കഴിഞ്ഞു പറയാം. ഭക്ഷണം കഴിക്കാൻ നിരന്നിരുന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ ആ അമ്മമാരൊക്കെ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും കുശലം പറയുന്ന കേട്ടു. ഞാൻ ചോദിച്ചു, നാരായണിയമ്മേ, വീട്ടിലായിരുന്നെങ്കിലോ പൂച്ച പോലും കയറ്റുമോ ഇപ്പം വീട്ടിനകത്ത്? മോള് രാവിലെ വിളമ്പി വെച്ചിട്ട് പോകും, തട്ടിയും മുട്ടിയും ചെന്ന് എടുത്ത് കഴിക്കും. ചുറ്റുമതിലുകൾ കൊണ്ട് നിറഞ്ഞു, ഗേറ്റിനകത്തിട്ട് പൂട്ടി. ഏകാന്തതയുടെ തടവറകളിലല്ലേ ഇന്ന് പല അച്ഛനമ്മമാരും കഴിയുന്നത്? പക്ഷേ നിങ്ങൾക്ക് ഇന്ന് എത്ര സന്തോഷം, പരസ്പരം കുശലം പറഞ്ഞ് ഇന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കത്തില്ലേ? അത് ശരിയാ മോനെ, ഞങ്ങൾക്കിവിടെ സുഖമാണ്. എന്നാലും മക്കളെ ഓർക്കുമ്പോൾ